ഹായ്, എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമുണ്ട്. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ആള് എൻ്റെ പുറകെ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുണ്ട്, അപ്പോൾ അവരും നിങ്ങളെ പ്രണയിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങൾ അങ്ങോട്ട് പ്രണയിക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല, എന്നാലും ആളെ എൻ്റെ പുറകെ ഒന്ന് വരുത്തണം അല്ലെങ്കിൽ ആൾ എന്നെ ചേസ് ചെയ്ത് വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ തുറന്ന മനസ്സാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും, അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം കൂടും എന്നുള്ളതൊക്കെ ശരിയാണ്. തുറന്ന മനസ്സാണെന്നുള്ളതൊക്കെ മനസ്സിലാവും, പക്ഷേ അവർക്ക് പിന്നീട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഓൾറെഡി എല്ലാ കാര്യങ്ങളും ആൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇനി ഒന്നും അറിയാനില്ല. ഇപ്പോൾ ആളുടെ പാസ്റ്റ് ലൈഫ് അറിയാം, ആൻഡ് പ്രസന്റ് ലൈഫ് എന്താണെന്നുള്ളത് അറിയുന്നുണ്ട്, അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതല്ല, ഇനി ഫ്യൂച്ചറിൽ ആൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഫുൾ അറിയാം. അപ്പം ഇനി നമുക്ക് അവരെ കുറിച്ചൊന്നും അറിയാനില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. ആൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കില്ല. കാരണം നമുക്കറിയാം ആൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് ചിലപ്പോൾ മേ ബി അവർ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമുക്ക് അറിയണ്ടാവുക. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പം നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇവരെന്ത് ചെയ്യാതിരിക്കും എന്നുള്ള ചിന്ത വരില്ല. കാരണം നമുക്കറിയാലോ ആൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അത് തന്നെയാണ് ശരിക്കും എല്ലാവരുടെ കാര്യത്തിലും സംഭവിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം ഉണ്ടാവില്ല, ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ട അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി തന്നെയാണ്. നമ്മളുടെ കാര്യത്തിൽ അവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തായിരിക്കും ഇനിയിപ്പോൾ ആളുടെ ഫ്യൂച്ചർ പ്ലാൻ, അല്ലെങ്കിൽ പഴയ കാലത്ത് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ്, അതേപോലെ തന്നെ വളരെ കാം ആയിട്ടുള്ള ബിഹേവിയർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളോടാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം കൂടുതലുണ്ടാവുക, അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളത് അങ്ങനെയുള്ള ആളുകളോടാണ്. ഏത് രീതിയിലാണെങ്കിലും, ഇപ്പോൾ അവർ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും അവർ സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ കോൺഫിഡൻസ് കിട്ടുന്നത് അത് ചെയ്യാം. ചിലർക്ക് വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ വല്ലാത്തൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാറുണ്ട്. അതായത് കംഫർട്ടബിൾ ആയിരിക്കുക എന്നുള്ളത്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കോൺഫിഡൻസ് വരും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വളരെ കാമായിട്ട് ബിഹേവ് ചെയ്യുക. ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കൂടുതലായിട്ട് അവൈലബിൾ ആവുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അതത്ര നല്ലതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിപ്പോൾ, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടി ഒന്ന് ടെക്സ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, അപ്പം തന്നെ റിപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ വളരെയധികം നമ്മൾ അവൈലബിൾ ആവുന്ന എന്നർത്ഥം. അതായത് നമ്മൾ അവർക്ക് അപ്പം തന്നെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾ വിളിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളിവിടെ അവൈലബിൾ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആവരുത്. കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കാം. അങ്ങനെ ഒരുപാട് അവൈലബിൾ ആവുന്നത് കുറയ്ക്കാം. വളരെ ശാന്തമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുക എന്നുള്ളതാണ്. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതേപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വളരെ കൂളായ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വളരെ കൂളായി നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ രണ്ടാളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷനാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഡ്രീം ലൈഫ് നിങ്ങൾക്ക് അവരോട് പറയാം. അതേപോലെ അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അവരുടെ വിഷമങ്ങളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അവർക്ക് തുടർന്ന് എന്താണ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്, അവരുടെ ഡ്രീം എന്താണ്, അത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. മീൻസ് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഇമോഷണൽ കണക്ഷൻ കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേർക്കും ഇടയിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ, അതായത് നിങ്ങളുടെ മാനസിക അടുപ്പം കുറച്ച് കൂടുതലാക്കാൻ വേണ്ടിയിട്ട്
നിങ്ങൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ആൾക്ക് അപ്പോൾ ഫീൽ ചെയ്യും, അതായത് നിങ്ങളിപ്പോൾ അവരുടെ ഓരോ വിഷമങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആൾക്ക് ഫീൽ ചെയ്യും എന്നെ ഇവൻ മനസ്സിലാക്കുന്നുണ്ട്, അതേപോലെ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ ആ ഒരു കെയറും സപ്പോർട്ടും വേണം എന്നുള്ളത് ആൾ ആഗ്രഹിക്കും. അപ്പൊ പിന്നെ നിങ്ങളുടെ ആ ഒരു കെയർ കിട്ടാതിരിക്കുമ്പോൾ, അതായത് ഡെയിലി നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു പെൺകുട്ടിക്കും അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, അവർ ആഗ്രഹിക്കുന്നതും അതാണ്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ നിന്ന് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളെ കാണാണ്ടാവുകയാണ്, വിളിക്കുന്നില്ല, മെസ്സേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ആള് ടെൻഷൻ ആവും. അതായത് നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ളത് അവർ ചിന്തിച്ചു തുടങ്ങും എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക, അതായത് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തൊരു പോയിന്റ്, 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഏതൊരു പെൺകുട്ടിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള സ്പേസ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന് മാത്രമല്ല, നിങ്ങളെ വിട്ടു പോകാൻ ആൾക്ക് പിന്നെ തോന്നില്ല. കാരണം എല്ലാ പെൺകുട്ടികളുടെ മനസ്സിൽ പൊതുവെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളത്. പക്ഷെ പണ്ട് മുതലേ അങ്ങനെയല്ല. പുരുഷന്മാർ ഒരുപടി മുകളിലായിട്ടാണ് പലരും കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് പലരുടെ മനസ്സിലും അങ്ങനെ ചിന്തകളുണ്ട്, മിക്ക പെൺകുട്ടികളുടെ മനസ്സിലും ഉണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ആളാണ് കുറച്ചുകൂടി മുകളിലുള്ളത്, അല്ലെങ്കിൽ അവരെ നമ്മൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യണം, അങ്ങനെ കുറെ പേരുടെ മനസ്സിലുണ്ട്. പക്ഷെ അവർ തിരിച്ച ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. പലയിടത്തും അങ്ങനെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും താഴെയാണ്, പുരുഷന്മാരെക്കാൾ താഴെയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നവർ വരെ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പൊ മിക്ക ആളുകളും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും ഒരു സ്പേസ് കിട്ടണം, എനിക്ക് റെസ്പെക്ട് കിട്ടണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ അങ്ങനെ ആകണം എന്ന് പലരും വിചാരിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു പുരുഷൻ ഇത്തരത്തിൽ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുന്ന, അവർക്ക് വാല്യൂ കൊടുക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് അയാളെ ഒരുപാട് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ബിക്കോസ് അതാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവാൻ ശ്രമിക്കുക. അവരെ റെസ്പെക്ട് ചെയ്യുക, അവരുടെ തീരുമാനങ്ങളെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക, അതിന് വാല്യൂ കൊടുക്കുക, അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാക്കുക, എല്ലാത്തിനും ഒരു വാല്യൂ കൊടുക്കുക, അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കുക. കൺട്രോൾ ചെയ്യുന്ന സ്വഭാവമൊന്നും എവിടെയും ഉണ്ടാവരുത്. തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, അതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും, അതൊക്കെ അവർ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. ബട്ട് കൺട്രോൾ ചെയ്യരുത്. അങ്ങനെ സ്പേസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവർ നിങ്ങളുടെ പുറകെ വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ പുറകെ വരിക എന്നൊക്കെ പറയുമ്പോൾ പലരും ഒരു നെഗറ്റീവ് വേർഡായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും അല്ല, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് പറയുന്നേ ഉള്ളൂ. അതായത് അവർ നിങ്ങളെ സ്നേഹിക്കാൻ, അതായത് നിങ്ങളുടെ ലൈഫിൽ അവർ വേണം, നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ വേണം എന്നൊക്കെ ഒരു ചിന്ത അവരിലേക്ക് വരാനും, അതേപോലെ നിങ്ങളെ സ്നേഹിക്കാനും, എല്ലാത്തിനും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ആള് വീണിട്ടുണ്ടാവും. ആൾക്ക് നിങ്ങളെ ഇഷ്ടമായിട്ടുണ്ടാവും, നിങ്ങൾ മതി എന്ന ആള് തീരുമാനിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കി എടുത്തിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ മതി. ഓഫ് കോഴ്സ് അവർ നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ അവർ നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ദെൻ മാറ്റങ്ങളൊക്കെ വരും. അങ്ങനെ ഒരു സക്സസ് സ്റ്റോറിയൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സക്സസ് സ്റ്റോറി ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. നമുക്ക് അധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.